ഹലോ ഫ്രണ്ട്സ്, ഞാനജി. നമ്മളെ പുതിയ പാൻ കാർഡ് ഓൺലൈനിലൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്കിന്ന് കാണാം. അതും അപ്ലൈ ചെയ്യേണ്ട ഫോം വന്നിട്ട് ഈ പ്രാവശ്യം മാറിയിട്ടുണ്ട്. അതേപോലെ പാൻ കാർഡ് അപ്ലൈ ചെയ്യേണ്ട ലേറ്റസ്റ്റ് പ്രോസസ് ഞാൻ ഈ വീഡിയോയിലൂടെ ലൈവായിട്ട് പറഞ്ഞു തരും. ഓക്കെ, വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക പാൻ കാർഡ് അപ്ലൈ ഓൺലൈൻ. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ കാണുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് ലോഡായി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പുതിയ പാൻ കാർഡ് അപ്ലൈ ചെയ്യണം. സോ ഇവിടെ ഫോർമാറ്റ് വന്നിട്ട് പഴയതിനെക്കാളും ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ സെലക്ട് പാൻ ആപ്ലിക്കേഷനിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ കാണുന്ന ഫോം നമ്പർ 93 ആൻഡ് 94 ഇന്ത്യൻ സിറ്റിസൺ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സെലക്ട് ആപ്ലിക്കേഷൻ കാറ്റഗറിയിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ടാണ് പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ ഇൻഡിവിജ്വലും സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ പേര് കൊടുക്കണം. നമ്മളിവിടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇവിടെ കൊടുക്കണം. ഇതേപോലെ നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒരു ചിലവർക്ക് രാജേഷ് കുമാർ എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ രാജേഷ് വന്നിട്ട് ഫസ്റ്റ് നെയിമിൽ കൊടുക്കുക, കുമാർ വന്നിട്ട് ലാസ്റ്റ് നെയിം സർനെയിമിൽ കൊടുക്കുക, മിഡിൽ നെയിം വന്നിട്ട് ബ്ലാങ്ക് ആയിട്ട് വിടുക. അതേപോലെ ഒരു ചിലവർക്ക് സിംഗിൾ നെയിം ആയിരിക്കും, എന്ന് വെച്ചാൽ അബ്ദുൽ. അപ്പോൾ ഫസ്റ്റ് നെയിം ആൻഡ് മിഡിൽ നെയിം വന്നിട്ട് ബ്ലാങ്ക് ആയിട്ട് വിടുക. അതിനുശേഷം അബ്ദുൽ വന്നിട്ട് ലാസ്റ്റ് നെയിം സർനെയിമിൽ കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ഐ ഡിയുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇനിയൊരു കാര്യം ഞാൻ പറയാം, ഇവിടെ ആധാർ കാർഡ് വന്നിട്ട് ഇവിടെ മാൻഡറ്ററി ആയിട്ട് കൊടുക്കണം. അഥവാ നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആധാർ കാർഡ് മസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ മുകളിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ എം നോട്ട് റോബോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങളെ ഫ്രണ്ടിൽ ഇവിടെ കൺഗ്രാജുലേഷൻ എന്ന് കാണിക്കും. അതേപോലെ നിങ്ങളെ ഫ്രണ്ടിൽ ഒരു ടോക്കൺ ഐ ഡി ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. അതേപോലെ ഈ ടോക്കൺ ഐ ഡി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എവിടെയെങ്കിലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ട ഓരോ മെത്തേഡുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ടാകും. ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണം. നെക്സ്റ്റ് നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ 3 ഓപ്ഷനുകൾ കാണിക്കും. ഇവിടെ നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഒരുപാട് പേര് തെറ്റായിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണിക്കുന്നത് നമുക്ക് ആധാർ കാർഡ് വെച്ച് ബേസിക് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഓപ്ഷനിലൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ വന്നിട്ട് നിങ്ങളെ സിഗ്നേച്ചർ ഇവിടെ കാണിക്കൂല. അതേപോലെ നിങ്ങളെ ഫോട്ടോ ഇവിടെ കൊടുക്കാൻ പറ്റൂല. അതേപോലെ ഫോട്ടോ വരികയാണെങ്കിൽ നിങ്ങളെ പഴയ ആധാർ കാർഡിന്റെ ഫോട്ടോ തന്നെ ഇതിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയി വരും. അതേപോലെ നിങ്ങളെ അച്ഛന്റെ പേരും ഈ പാൻ കാർഡിൽ കാണിക്കൂല ഈ ഓപ്ഷനിലൂടെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം ഫോട്ടോ വയ്ക്കണം, നമ്മളെ സിഗ്നേച്ചർ ഇവിടെ ഉണ്ടാകണം, അതേപോലെ നമ്മളെ അച്ഛന്റെ പേരും ഇതിൽ മെൻഷൻ ആയിട്ട് കാണിക്കണം. അപ്പോൾ നമുക്ക് ഒരു ഫിസിക്കൽ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അതിന്റെ ബെസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ആണ്, പാൻ ആപ്ലിക്കേഷൻ വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് സ്കാൻ അപ്ലോഡ് ആൻഡ് ഇ സൈൻ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ഒരു ഫിസിക്കൽ ഡോക്യുമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിവിടെ നമ്മളെ ആധാർ നമ്പറിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ആധാറിന്റെ ഫുൾ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട, ഇവിടെ ആധാറിന്റെ ലാസ്റ്റ് 4 നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നിങ്ങൾ ആധാർ കാർഡിൽ എങ്ങനെയാണോ പേര് ഉള്ളത് അത് സെയിം ടു സെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിവിടെ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്ത പേര് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതിനുശേഷം മെയിൽ ഫീമെയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നതാണ് രജിസ്ട്രേഷൻ നമ്പർ. ഇവിടെ നമുക്ക് കൊടുക്കണമെന്ന് ആവശ്യമില്ല. ഇതുകൊണ്ട് ഒരു ചില ഓർഗനൈസേഷൻ ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഇതിനെ ബ്ലാങ്ക് ആയിട്ട് വിടാം. ഇനി നമുക്ക് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഓഫ് പാരന്റ്സ് ഇവിടെ വന്നിട്ട് അഥവാ ഒരു ചിലവര് സിംഗിൾ പാരന്റ് ആണെങ്കിൽ ഇവിടെ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫിൽ ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ അവരെ അച്ഛന്റെ പേര് ഇടണ്ടെങ്കിൽ അവരെ അമ്മയുടെ പേര് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്റെ കേസിൽ നോ ആണ്, സോ ഞാൻ നോ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ അച്ഛന്റെയും അമ്മയുടെയും പേരും കൊടുക്കാൻ പറ്റും. അതേപോലെ ഇവിടെ ഫസ്റ്റ് അച്ഛന്റെ പേര് കൊടുക്കാം. അച്ഛന്റെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളെ പേര് എങ്ങനെയാണ് പ്രോസസ്സിൽ കൊടുത്തത് അതേ രീതിയിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യണം. അതേപോലെ നമ്മളെ അമ്മയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ താഴെ 2 ഓപ്ഷനുകൾ കാണിക്കും. എന്ന് വെച്ചാൽ നിങ്ങളെ പാൻ കാർഡിൽ നിങ്ങൾ അച്ഛന്റെ പേര് കാണിക്കണോ അതോ അമ്മയുടെ പേര് കാണിക്കണോ എന്ന് ഓപ്ഷനിൽ ചോദിക്കും. നമ്മളെ പാൻ കാർഡിൽ അച്ഛന്റെ പേര് ഷോ ആകണം. അതുകൊണ്ട് ഞാൻ ഇവിടെ ഫാദർ എന്ന് ക്ലിക്ക് ചെയ്തു. സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടാകും സോഴ്സ് ഓഫ് ഇൻകം. അതേപോലെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് കാണിക്കും. നമ്മളിവിടെ ബിസിനസ് ആയിട്ട് ഇൻകം വരെയാണോ, അതോ പ്രോപ്പർട്ടി വെച്ച് എന്തെങ്കിലും ഇൻകം വരെയാണോ, അതോ ഫാർമർ ആണോ, അതോ നോ ഇൻകം ആണോ, ഇവിടെ ഏതാണ് നിങ്ങളെ ഓപ്ഷൻ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ നോ ഇൻകം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് സ്റ്റുഡന്റ് കേസിലായാലും നമ്മൾ നോ ഇൻകം കൊടുക്കണം. നെക്സ്റ്റ് നമ്മളിവിടെ ചോദിക്കുന്നുണ്ടാകും അഡ്രസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നമ്മൾ ഏതാണ് അഡ്രസ് കൊടുക്കാൻ പോകുന്നത് അതിന്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ റെസിഡന്റ് അഡ്രസ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ അഡ്രസ് കൊടുക്കണം. അതോ ഓഫീസ് അഡ്രസ് കൊടുക്കുകയാണെങ്കിൽ ഓഫീസിൽ ക്ലിക്ക് ചെയ്യുക. അതേപോലെ നമ്മൾ ആധാറിലൂടെ നമ്മളെ പാൻ കാർഡിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ആധാറിൽ കിടക്കുന്ന അഡ്രസ് തന്നെ സെയിം ടു സെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഓഫീസ് അഡ്രസ് കൊടുക്കണ്ട. ഇവിടെ നിങ്ങൾ ഏതാണ് അഡ്രസ് കൊടുക്കുന്നോ ആ അഡ്രസ്സിലൂടെ നിങ്ങളെ പാൻ കാർഡ് ഡെലിവറി ആകും.
നെക്സ്റ്റ് നമുക്ക് റെസിഡന്റ് അഡ്രസ്സിൽ നമ്മൾ അഡ്രസ്സ് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഹൗസ് നമ്പർ, ഹൗസ് നെയിം, ബിൽഡിംഗ് അപ്പാർട്ട്മെന്റ് നെയിം ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ പോസ്റ്റ് ഓഫീസ് ഏതാണോ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ സിറ്റി ആണോ വില്ലേജ് ആണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ഫിൽ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നമുക്ക് ഓഫീസ് അഡ്രസ് ചോദിക്കും. ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ID കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് നമ്മൾ കൺട്രി കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ഏതാണ് കൺട്രി കോഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് എടുക്കുക. നിങ്ങളെ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതും ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, റെസിഡന്റൽ സ്റ്റേറ്റസ്. ഇവിടെ നമ്മൾ ഇന്ത്യയുടെ അകത്താണ്, സോ നമുക്ക് ഇവിടെ റെസിഡന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അഥവാ നിങ്ങൾ വേറെ എവിടെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും, ടിൻ ആൻഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ്. ഇവിടെ ഒരു ചിലവർ വിചാരിക്കും നമ്മളതിൽ പാസ്പോർട്ട് ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ കൊടുക്കേണ്ടത്. ഇതായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ ഫോറിൻ കൺട്രീസിലാണെങ്കിൽ അവർക്ക് ഇവിടെ പാസ്പോർട്ട് നമ്പറും ടാക്സ് പെയർ നമ്പറും ഇവിടെ കൊടുക്കണം. നമുക്ക് ഇവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടാം. ഇതിന് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നതാണ് റെപ്രസെന്റേറ്റീവ് അസിസ്റ്റന്റ്. ഈ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അഥവാ 18 വയസ്സിന്റെ താഴെയാണെങ്കിൽ ഇവിടെ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ പാരന്റ്സിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കേണ്ടി വരും. അതേപോലെ നിങ്ങൾ കൊടുത്താൽ മൈനർ പാൻ കാർഡ് ആയിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ 18 വയസ്സിന്റെ മുകളിലാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത്രയും ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് നമ്മൾ ഏരിയ കോഡ്, AO കോഡ്, റേഞ്ച് കോഡ് എല്ലാം കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഡിസ്ട്രിക്റ്റിന്റെ അകത്ത് ഓരോ സോൺ വന്ന് ഡിവൈഡ് ആയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഗവൺമെന്റ് വന്നിട്ട് ഏത് ഏരിയയിൽ ഏത് ഇൻകം ടാക്സ് ഓഫീസർ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതേപോലെ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി എല്ലാ ഇൻഫർമേഷൻ ഫിറ്റായിട്ട് വന്നിട്ടുണ്ടാകും. അതോ ഒരു ചിലവരെ കേസിൽ ഇതേപോലെ ഫില്ലായി വന്നിട്ടില്ലെങ്കിൽ അവർക്ക് വന്നിട്ട് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ താഴെ കാണുന്ന ഇന്ത്യൻ സിറ്റിസൺ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങളെ കറക്റ്റ് സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ കൊടുക്കാൻ പറയും നിങ്ങളെ ഏരിയ നെയിം. ഞാൻ സജസ്റ്റ് ചെയ്യും നിങ്ങളെ ഏരിയ നെയിം ഒന്നും കൊടുക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഫിച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഇവിടെ ഫുൾ ലിസ്റ്റ് വന്നിട്ടുണ്ടാകും. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിന്റെ അകത്ത് എത്ര ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഉണ്ടോ അവരുടെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അവരെ ഏരിയ കോഡ്, റേഞ്ച് കോഡ് എല്ലാം കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങളെ നാട് ഏരിയനെ ഇവിടെ തേടണം, അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ഇവിടെ നിയറസ്റ്റ് ഏതെങ്കിലും ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വില്ലേജ് ഇവിടെ കാണിച്ചാൽ ഇവിടെ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ ഡീഫോൾട്ട് മെയിൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ നമ്മളിവിടെ നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് നിങ്ങളെ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗവൺമെന്റ് വന്നിട്ട് ഏതൊക്കെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, നേരത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് മാത്രം മതിയായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ വന്നിട്ട് നിങ്ങളെ ആധാർ കാർഡിലൂടെ ഒരു ഐഡന്റിറ്റി ഇവിടെ കൂടെ കൊടുക്കണം. ഇവിടെ നമ്മൾ ഫസ്റ്റ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ആധാർ കാർഡ് കൊടുക്കാൻ പറ്റും, പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും. ഇതിൽ നിങ്ങളെ കയ്യിൽ ഏത് ഡോക്യുമെന്റ് ഉള്ളത് അത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ട്, സോ ഞാൻ ആധാർ കാർഡും സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് പ്രൂഫ് ഓഫ് അഡ്രസ്സിന്റെ ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ സെലക്ട് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഡോക്യുമെന്റ്സ് കാണിക്കുന്നുണ്ടാകും. അതേപോലെ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ബില്ല് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഏതെങ്കിലും ബാങ്ക് പാസ്ബുക്ക് ഉണ്ടെങ്കിൽ അതും കൊടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ ആധാർ കാർഡും കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് നമുക്ക് ഇവിടെ സെയിം ടു സെയിം ഇവിടെ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിൽ ഉണ്ടാകണം. അതേപോലെ ഇവിടെ രണ്ടിലും ഒരേ ആധാർ കാർഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സോ ഞാനിവിടെ ആധാർ കാർഡും സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒരു പ്രൂഫ് കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് നേരത്തെ കൊടുക്കാമായിരുന്നു. ഇപ്പൊ വന്നിട്ട് ആ ഓപ്ഷൻ മാറ്റിയിട്ടുണ്ട് ഗവൺമെന്റ് വന്നിട്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലും ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരും. ഏതൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഏതെങ്കിലും മാർക്ക്ഷീറ്റ് ആയാലും വോട്ടർ ID കാർഡ് ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും, പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങളതിൽ ഏതാണ് ഡോക്യുമെന്റ് പ്രോപ്പർ ആയിട്ടുള്ളത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ വോട്ടർ ID കാർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വെരിഫിക്കേഷൻ ഡിക്ലറേഷൻ സെക്ഷനിൽ വരണം. സോ ഇവിടെ നമ്മളെ പേര് വന്നിട്ട് ആൾറെഡി ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ടാകും. ഇനി നെക്സ്റ്റ് ഓപ്ഷനിൽ കാണുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെൽഫ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതോ മൈനറിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ റിപ്രസെന്റേറ്റീവ് ആക്സസ് എന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഇവിടെ പ്ലേസിൽ വരുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്തിൽ നിന്നാണോ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ഡേറ്റ് വന്നിട്ട് ഓൾറെഡി മെൻഷൻഡ് ആയിരിക്കും. അതിനുശേഷം ഡെസ്റ്റിനേഷനിൽ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കേണ്ട നിങ്ങൾ അഥവാ വർക്ക് എംപ്ലോയിഡ് ആണോ, ഏതെങ്കിലും ബിസിനസ് ആണോ, അതോ നിങ്ങൾ സ്റ്റുഡന്റ് ആണോ, അതോ സെൽഫ് എംപ്ലോയിഡ് ആണോ, അതോ ഗവൺമെന്റ് വർക്കർ ആണോ, അതോ പ്രൈവറ്റ് വർക്കർ ആണോ, അതോ സ്റ്റുഡന്റ് ആണോ, ഏതാണ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഇനി നെക്സ്റ്റ് സെക്ഷൻ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ താഴോട്ട് നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ഫോട്ടോയുടെ സൈസ് വന്നിട്ട് 50 KB അകത്തുണ്ടാകണം ഫയൽ സൈസ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ആകൂല. അതേപോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് നല്ലൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ സെയിം ടു സെയിം നിങ്ങളെ സിഗ്നേച്ചറും ഇതേപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെ ചിലവർ മിസ്റ്റേക്ക് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് സൈൻ ഇടുമ്പോൾ ഒരു ബ്ലാങ്ക് പേപ്പറിൽ എടുത്തിട്ട് നിങ്ങൾ ഒരു സിഗ്നേച്ചർ ഇവിടെ ബ്ലാക്ക് പെൻ അല്ലെങ്കിൽ ബ്ലൂ പെൻ വെച്ച് സിഗ്നേച്ചർ ചെയ്യുക. അതിനുശേഷം അതിനെ ഫോട്ടോ എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്തിട്ടാണ് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളെ സിഗ്നേച്ചർ വന്നിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങളെ പാൻ കാർഡിന്റെ ഫ്രണ്ടിൽ കാണിക്കൂല. അതേപോലെ നിങ്ങളിവിടെ ക്രോപ്പ് ചെയ്ത ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ താഴോട്ട് കാണുമ്പോൾ നമ്മളെ ഫോട്ടോയും സിഗ്നേച്ചറും ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ടാകും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മളെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഏതൊക്കെ ഡോക്യുമെന്റിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തോ ആ ഡോക്യുമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ നേരത്തെ 2 ഡോക്യുമെന്റിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ മൂന്നാമത്തെ ഡോക്യുമെന്റ് നമ്മൾ വോട്ടർ ഐ ഡി കാർഡാണ് സെലക്ട് ചെയ്തത്. സോ നമുക്ക് വോട്ടർ ഐ ഡി കാർഡും PDF അപ്ലോഡ് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റിന്റെ ഫ്രണ്ടും ബാക്കിലും ചിലപ്പോൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാകും. സോ 2 സൈഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു സൈഡായിട്ട് മെർജ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതോ ഒരു സൈഡ് മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ ഡോക്യുമെന്റും റെഡിയാക്കി വെക്കുക. അതേപോലെ ഞാൻ ഒരു ഫസ്റ്റ് ഡോക്യുമെന്റ് ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഡോക്യുമെന്റ് നമ്മളിവിടെ കൊടുത്തത് വോട്ടർ ഐ ഡി കാർഡാണ്. ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക വോട്ടർ ഐ ഡി കാർഡ്. ഞാൻ ഇവിടെ ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന അപ്ലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡോക്യുമെന്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ താഴെ കാണുന്ന സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഒരു സമ്മറി പേജ് ഓപ്പൺ ആകും. നമ്മൾ ഇതുവരെയായിട്ട് ഫോം ഫില്ല് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ കൊടുത്ത എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക. ഇനി നമുക്കിവിടെ ഒരു ആധാർ കാർഡിന്റെ ഫസ്റ്റ് 4 ഡിജിറ്റ് ഇവിടെ ടൈപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ഫസ്റ്റിൽ കാണുമ്പോൾ ഇവിടെ നമുക്ക് ആധാർ കാർഡിന്റെ ഫസ്റ്റിൽ കാണുന്ന 4 ഡിജിറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ ജസ്റ്റ് വൺസ് ചെക്ക് ചെയ്യുക. ഇതുവരെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്റെ കേസിൽ ഞാൻ കൊടുത്ത എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്. ഇനി നമുക്ക് സബ്മിറ്റ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണിക്കും. അതിനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ചോദിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണിക്കും. ഇവിടെ നമുക്ക് HDFC വഴി നമുക്ക് പേ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ അതർ പേയ്മെന്റ് മോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറെ ബാങ്ക് ഡീറ്റെയിൽ കൊടുത്തിട്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ HDFC ബാങ്കിലൂടെ ഞാൻ പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പേ ആൻഡ് കൺഫേം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ കുറെ പേയ്മെന്റ് മെത്തേഡുകൾ കാണിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ UPI ഫോൺ പേ, ഗൂഗിൾ പേയിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ UPI ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം QR കോഡ് സ്കാൻ ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിൻകോഡ് അടിച്ചു കൊടുത്തു. നമ്മളെ പേയ്മെന്റ് ഇവിടെ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. കുറച്ച് ലോഡ് ആകും, റീഡയറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ സക്സസ് എന്ന മെസ്സേജ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലോഡ് ആകും. സോ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ പേജ് ഓപ്പൺ ആകും. അതിനുശേഷം നമുക്ക് ഓതന്റിക്കേഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ കണ്ടിന്യൂ വിത്ത് ഇ-സൈൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അഥവാ നിങ്ങളിവിടെ ഇ-സൈൻ ചെയ്യുകയാണെങ്കിൽ, അഥവാ നിങ്ങൾ ആധാർ കാർഡിലൂടെ ഇ-സൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേറെ ഒരു ഫിസിക്കൽ ഡോക്യുമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നെക്സ്റ്റ് നിങ്ങളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കണ്ടിന്യൂ വിത്ത് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഐ ഹിയർ ബൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ആധാർ നമ്പർ ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ പിന്നെയും ഒരു OTP വന്നിട്ടുണ്ടാകും. വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് അതും ഈ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ആധാർ കാർഡിൽ ഏത് ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്ക് OTP വരും. ഇനി നെക്സ്റ്റ് നമ്മളെ ഫ്രണ്ട് താങ്ക് യു ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. ഇതേപോലെ നമ്മളെ ഫോം വന്നിട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പാൻ കാർഡിന് അപ്ലൈ ചെയ്തതിന്റെ സ്ലിപ്പ് ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കാണിക്കും. അതിനുവേണ്ടി ഇവിടെ താഴെ ബ്ലാക്ക് കളർ ബോക്സ് കാണുന്നുണ്ടാകും. അവിടെ ഫസ്റ്റ് നിങ്ങൾ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് വന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു സ്പേസും സിമ്പിൾ ഒന്നും കൊടുക്കാതെ നമ്മൾ ടൈപ്പ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ഫോം ഓപ്പൺ ആകും. നെക്സ്റ്റ് നമ്മളിവിടെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഇതുവരെയും ഫിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടാകും. ഈ ഫോമിൽ നമ്മളെ ഫോട്ടോയും കാണിച്ചിട്ടുണ്ടാകും. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചർ എല്ലാം കാണിച്ചിട്ടുണ്ടാകും. അതിനുശേഷം ഈ ഫോമിൽ തന്നെ നമ്മൾ മുകളിൽ കാണുമ്പോൾ നമ്മൾ റെഫറൻസ് നമ്പർ, ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ കാണാൻ പറ്റും. ഈ നമ്പറിനെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. വളരെ യൂസ്ഫുൾ ആണ്. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് യൂസ് ആകും. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ഗവൺമെന്റ് എല്ലാം വെരിഫൈ ചെയ്യും, ചെക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മളെ പുതിയ പാൻ കാർഡ് ജനറേറ്റ് ആയി കിട്ടും.
അഥവാ എപ്പോഴെങ്കിലും നമ്മൾ ആപ്ലിക്കേഷന്റെ സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പോർട്ടലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ കാണാൻ പറ്റും ക്നോൺ സ്റ്റേറ്റസ് ഓഫ് പാൻ ആപ്ലിക്കേഷൻ. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ആപ്ലിക്കേഷന്റെ റെഫറൻസ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ സ്ലിപ്പിൽ തന്നെ കാണാൻ പറ്റും റെഫറൻസ് നമ്പർ. ആ റെഫറൻസ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ എം നോട്ട് എ റോബോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുമ്പോൾ ഇവിടെ നമ്മളെ സ്റ്റേറ്റസ് ഇവിടെ കാണാൻ പറ്റും. നമ്മളെ പാൻ കാർഡ് എന്താണ് പ്രോസസ്സ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഏത് ഡേറ്റ് ആണ് നമ്മൾ പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ടായി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ എയർവേ ബിൽ നമ്പർ ഇവിടെ കാണാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പാൻ കാർഡ് റെഡി ആയതിനു ശേഷം നമ്മൾ പോസ്റ്റ് ഓഫീസിലൂടെ അയക്കുമ്പോൾ അതിന്റെ ആ പോസ്റ്റ് ഓഫീസിന്റെ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ആ നമ്പർ വെച്ച് നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാനും പറ്റും. അതേപോലെ നമ്മളെ പാൻ കാർഡ് വന്നിട്ട് ജനറേറ്റ് ആയി കഴിയുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മളെ പാൻ കാർഡിന്റെ ഒരു ഡിജിറ്റൽ കോപ്പി ഇവിടെ സെൻഡ് ചെയ്യും. നമ്മളെ ഇമെയിൽ ഐ ഡിയിലൂടെ സെൻഡ് ചെയ്യും. ആ ഡിജിറ്റൽ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റും. അർജന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ആകും. ആ ഡിജിറ്റൽ പാൻ കാർഡിന്റെ കോപ്പി വന്നിട്ട് നിങ്ങളെ ഇമെയിൽ ഐ ഡിയിൽ സെൻഡ് ചെയ്യും. ഈ ഇമെയിൽ ഐ ഡി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു PDF കാണാൻ പറ്റും. അതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങളെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സോ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളെ പാൻ കാർഡിന്റെ ഡിജിറ്റൽ കോപ്പി ഇവിടെ ഇതേപോലെ ഷോ ആകും. വൺസ് നമ്മളെ പാൻ കാർഡ് ജനറേറ്റ് ആയി വരുമ്പോൾ 2-3 ദിവസത്തിൽ നമ്മളെ പാൻ കാർഡിന്റെ ഡിജിറ്റൽ കോപ്പി ഇതേപോലെ സെൻഡ് ചെയ്യും ഇമെയിൽ ഐ ഡിയിലൂടെ. അതേപോലെ നിങ്ങളെ ഫിസിക്കൽ പാൻ കാർഡ് വന്നിട്ട് നിങ്ങളെ പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ.